ഹലോ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ക്യാഷ് ചേഞ്ച് ചെയ്ത് UPIയിലേക്ക് വിഡ്രോ ചെയ്യാൻ പറ്റിയ രണ്ട് അടിപൊളി അപ്ലിക്കേഷൻസ് ആണ്. അപ്പോൾ നിങ്ങൾ ഇഞ്ചിത എമൗണ്ട് ഗൂഗിൾ പേയിലോട്ടോ അല്ലെങ്കിൽ ഫോൺ പേയിലോട്ടൊക്കെ വിഡ്രോ ചെയ്യാം. അതുപോലെ തന്നെ പേയ്മെൻ്റ് എല്ലാം പക്കയാണ്. നിങ്ങൾ കുറച്ചധികം നേരം വർക്ക് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ എമൗണ്ട് ചേഞ്ച് ചെയ്യാൻ പറ്റും. പിന്നെ രണ്ട് അപ്ലിക്കേഷനിലും ചെറിയൊരു എമൗണ്ട് മതി നമുക്ക് വിഡ്രോ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ലൈവായിട്ട് ഞാൻ വിഡ്രോ ചെയ്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാം. ഇനി നമ്മൾ ടെലിഗ്രാം ചാനൽ ആരെങ്കിലും ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ മസ്റ്റായിട്ട് ജോയിൻ ചെയ്യുക. ലിമിറ്റഡ് ടൈം ഓഫേഴ്സ് അതുപോലെ തന്നെ ക്യാമ്പയിൻസ് എല്ലാം ടെലിഗ്രാമിലാണ് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഡെയിലി ക്യാമ്പയിൻസ് ഒക്കെ അറ്റൻഡ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഡെയിലി എമൗണ്ട് ഇൻ ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാവരും ജോയിൻ ചെയ്യുക, ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഇനി ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ നിങ്ങൾ കാണുന്നതെങ്കിൽ ഇതുപോലുള്ള ഓൺലൈൻ ജോബ്സ് അതുപോലെ തന്നെ മണി മേക്കിംഗ് അപ്ലിക്കേഷൻസ് ഒക്കെ പെട്ടെന്ന് തന്നെ ലഭിക്കാനായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം നോട്ടിഫിക്കേഷൻ മറക്കാതെ എല്ലാവരും ഓൺ ചെയ്ത് വെക്കുക. എങ്കിലേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ നേരം നിങ്ങൾക്കതിൻ്റെ നോട്ടിഫിക്കേഷൻ വരുള്ളൂ. അതുപോലെ തന്നെ മാക്സിമം വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമ്മുടെ ആദ്യത്തെ അപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്ലിക്കേഷൻ്റെ പേര് വരുന്നത് ക്യാഷ് മെഷീൻ എന്നാണ്. പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു അപ്ലിക്കേഷനാണ്. അപ്പോൾ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക, അതിനുശേഷം ഓപ്പൺ ചെയ്യുക. ഇനി താഴെയായിട്ട് ലോഗിൻ വിത്ത് ഗൂഗിൾ എന്നായിട്ടൊരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ മെയിൽ ID ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അന്നേരം ഇതുപോലൊരു പോപ്പപ്പ് വരുന്നതായിരിക്കും. അതായത് നിങ്ങളുടെ അടുത്ത് പേടിഎം നമ്പർ അതുപോലെ തന്നെ റഫർ കോഡും ചോദിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ മൊബൈൽ നമ്പർ ഏറ്റവും മുകളിലായിട്ട് എൻ്റർ ചെയ്യുക. അതിനുശേഷം സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക കേട്ടോ. നമുക്ക് UPIയിലോട്ടാണ് ഇതിൽ വിഡ്രോളും കാര്യങ്ങളൊക്കെ വരുന്നത്. പേടിഎം നമ്പർ ജസ്റ്റ് എൻ്റർ ചെയ്യാനായിട്ട് പറയുന്നേന്നുള്ളൂ. അപ്പോൾ സൈനപ്പ് ചെയ്യുമ്പോൾ തന്നെ നമുക്കൊരു സ്ക്രാച്ച് കാർഡ് കിട്ടുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് സ്ക്രാച്ച് ചെയ്യുക. നിങ്ങൾക്ക് ലക്കിനനുസരിച്ചുള്ള കോയിൻസുകളൊന്നും കിട്ടുന്നതായിരിക്കും. എനിക്ക് കിട്ടിയുള്ളത് 2 കോയിൻസ് ആണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ അതിനുശേഷം എന്താ പറയുക, ക്ലെയിം റിവാർഡ് എന്ന് പറഞ്ഞിട്ട് കാണാം. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ആ ഒരു കോയിൻസ് നമ്മുടെ വാലറ്റിൽ ആഡ് ആവുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇവിടെ നമുക്ക് ഇൻ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ചധികം ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഓരോന്നായിട്ട് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞു തരാം. ഇവിടെ ഏറ്റവും മുകളിലായിട്ട് എന്താ പറയുക, ടെലിഗ്രാമിൻ്റെ ഒരു ഐക്കൺ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ റീഡയറക്റ്റ് ആയിട്ട് ഇവരുടെ ടെലിഗ്രാം ചാനലിലോട്ട് പോകുന്നതായിരിക്കും. അവിടെ നിങ്ങൾ ഒരു 5 സെക്കൻഡ് വെയിറ്റ് ചെയ്യുക. അത്രയും ചെയ്താൽ മതി. അപ്പോൾ തന്നെ നമുക്ക് 50 കോയിൻസ് നമ്മുടെ വാലറ്റിൽ ആഡ് ആവുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ആ ഒരു ടെലിഗ്രാമിൻ്റെ ഐക്കണിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യാൻ നേരം അവരുടെ ആ ഒരു പേജിലോട്ട് പോയിട്ടുണ്ട്. ഇവിടെ നിങ്ങൾ ജോയിൻ ചെയ്യണമെന്നൊന്നുമില്ല, ജസ്റ്റ് ഒരു 5 സെക്കൻഡ് വെയിറ്റ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ പെട്ടെന്ന് നമ്മളെ മെയിൻ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യരുത്. പകരം നമ്മളെ ഫോണിൻ്റെ ബാക്ക് ബട്ടൺ ഇല്ലേ, അത് പ്രസ് ചെയ്ത് പതുക്കെ നമ്മളെ മെയിൻ ആപ്ലിക്കേഷനിലോട്ട് തിരിച്ചു വരാം. അന്നേരം 50 കോയിൻസ് നമ്മളെ വാലറ്റിൽ ആഡ് ആവുന്നതായിരിക്കും കേട്ടോ. സോ നിങ്ങൾക്കൂടെ കാണാൻ പറ്റുന്നുണ്ടാവും 50 കോയിൻസ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ആ ഒരു കോയിൻസ് വാലറ്റിലോട്ട് ആഡ് ആവുന്നതായിരിക്കും. ഇനി ടെലിഗ്രാമിൻ്റെ തൊട്ട് സൈഡിലായിട്ട് യൂട്യൂബിൻ്റെ ഐക്കൺ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിങ്ങൾ സെയിം പ്രോസസ്സാണ് ചെയ്യേണ്ടത്. അതായത് ആ ഒരു യൂട്യൂബിൻ്റെ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അവരുടെ ആ ഒരു യൂട്യൂബ് ചാനലിലോട്ട് പോകുന്നതായിരിക്കും. അവിടെ നിങ്ങൾ ഒരു 5 സെക്കൻഡ് വെയിറ്റ് ചെയ്യുക. അതിനുശേഷം ബാക്ക് ബട്ടൺ പ്രസ് ചെയ്തിട്ട് ഈ ഒരു അപ്ലിക്കേഷനിലോട്ട് വരുവാണെങ്കിൽ 50 കോയിൻസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ റേറ്റിംഗ് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ആ ഒരു യൂട്യൂബിൻ്റെ ഐക്കണിൻ്റെ തൊട്ടിപ്പുറത്തായിട്ട് ഒരു സ്റ്റാറിൻ്റെ ഐക്കൺ കൊടുത്തിട്ടുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്തതിനു ശേഷം പ്ലേ സ്റ്റോറിലേക്ക് റീഡയറക്റ്റ് ആവും. ഒരു 4 സ്റ്റാർ റേറ്റിംഗ് കൊടുക്കുക. അതിനുശേഷം ബാക്ക് ബട്ടൺ പ്രസ് ചെയ്ത് ഈ ഒരു അപ്ലിക്കേഷനിലോട്ട് വരുവാണെങ്കിൽ 50 കോയിൻസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ആ ഒരു 3 ടാസ്ക് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ 150 കോയിൻസ് നിങ്ങൾക്ക് ടോട്ടൽ കിട്ടുന്നതായിരിക്കും. അപ്പോൾ സിമ്പിളാണ്, അത് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക. ഇനി അടുത്തതായിട്ട് സ്പിൻ ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് വരുന്നത്. ഇവിടെ നമുക്ക് ഡെയിലി 20 സ്പിൻ വെച്ചിട്ടാണ് കേട്ടോ കിട്ടുന്നത്. അപ്പോൾ താഴെയായിട്ട് സ്പിൻ എന്ന് പറഞ്ഞിട്ട് കാണാം. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ റേണ്ടായിട്ടുള്ള ഒരു കോയിൻസും കാര്യമൊക്കെ നിങ്ങൾക്ക് ഇവിടെ നിന്ന് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഡെയിലി നിങ്ങൾ ഈ ഒരു 20 സ്പിന്നും കംപ്ലീറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യം കോയിൻസ് ഒക്കെ ഇൻ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ആദ്യത്തെ സ്പിന്നിൽ നമുക്ക് കിട്ടിയിട്ടുള്ളത് 9 കോയിൻസ് ആണ്. ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ചെറിയൊരു ആഡ് ലോഡായിട്ട് വരുന്നുണ്ട്. വലിയ ആഡൊന്നല്ല, ഒരു ബാനർ ആഡാണ്. അത് നിങ്ങൾ ക്ലോസ് ചെയ്യുമ്പോൾ ആ ഒരു കോയിൻസ് നമുക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ അതാണ് അവിടെ വരുന്നത്. ഇനി അടുത്തതായിട്ട് ഇൻസ്റ്റൻറ്റ് ക്യാഷ് എന്ന് പറഞ്ഞിട്ട് കാണാം. അപ്പോൾ ഇവിടെ വരുന്ന ടാസ്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ലെയിം ബോണസ് എന്ന് പറഞ്ഞിട്ട് മുകളിലായിട്ട് കൊടുത്തിട്ടുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്യാൻ നേരം നമുക്കൊരു ആഡ് പ്ലേ ആയിട്ട് വരുന്നതായിരിക്കും. ആ ഒരു ആഡിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ആ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് ഒരു 30 സെക്കൻഡ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് വെക്കുക കേട്ടോ. രജിസ്റ്റർ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒരു 30 സെക്കൻഡ് ഓപ്പൺ ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് വന്നിട്ടുള്ള ആഡ് ഇതാണ്. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷനാണ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്. സോ ഈ ഒരു ടാസ്ക് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ ടോട്ടൽ നമുക്ക് കിട്ടുന്നത് 200 കോയിൻസ് ആണ്. അപ്പോൾ സിമ്പിളാണ്. ആഡ്സിൽ ക്ലിക്ക് ചെയ്യുക, ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഒരു 30 സെക്കൻഡ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് വെക്കുക. അത്രേ വരുന്നുള്ളൂ. ഇനി അടുത്തതായിട്ട് പബ് സ്കെയിൽ എന്നൊരു സെക്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നോക്കുവാണെങ്കിൽ ഇഷ്ടംപോലെ ടാസ്ക് ഓഫേഴ്സ് ഉണ്ട്. ഇതെല്ലാം കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് നല്ല രീതിയിൽ തന്നെ നിങ്ങൾക്ക് കോയിൻസ് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. താഴേക്ക് സ്ക്രോൾ ചെയ്യുകയാണെങ്കിൽ ഒരുപാട് അപ്ലിക്കേഷൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഓരോ ടാസ്കിനും അതിൻ്റേതായ സ്റ്റെപ്സ് ഉണ്ടാവും. അത് കറക്റ്റായിട്ട് നിങ്ങൾ റീഡ് ചെയ്യുക, ഫോളോ ചെയ്യുക. എങ്കിലേ കറക്റ്റായിട്ട് തന്നെ നമുക്ക് കോയിൻസ് കിട്ടുള്ളൂ. അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഇവിടെ ആയിട്ട് ഒരു ടാസ്ക് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് അവർ പറയുന്നത് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തതിനു ശേഷം രജിസ്റ്റർ ചെയ്തിട്ട് കുറച്ച് നേരം ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഓരോ ടാസ്കിന് ഇതുപോലെ സ്റ്റെപ്സ് ഉണ്ടാവും. അത് നിങ്ങൾ കറക്റ്റായിട്ട് തന്നെ ഫോളോ ചെയ്യുക. ഇനി അതുപോലെ തന്നെ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയ ഒരു സെക്ഷനാണ് ഓഫേഴ്സ് എന്ന് പറയട്ടെ. ഇവിടെ കൊടുത്തുള്ള ടാസ്കിൽ നമ്മൾ ജസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ചെയ്ത് വെച്ചാൽ മാത്രം മതി. രജിസ്റ്റർ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ നമുക്ക് 100 കോയിൻസ് വെച്ചിട്ടാണ് കിട്ടുന്നത്. ഓരോ ടാസ്കിനും 100 കോയിൻസ് വെച്ചിട്ടാണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ കൊടുത്തുള്ള ടാസ്ക് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഫോണിൻ്റെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം
അഡ്വർടൈസിംഗ് ഐ ഡി റീസെറ്റ് ചെയ്തിട്ട് 2 പ്രാവശ്യമെങ്കിലും ഫ്ലൈറ്റ് മോഡ് ഓൺ ചെയ്ത് ഓഫ് ചെയ്യാം കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. നമ്മൾ ഒരുപാട് വീഡിയോസിൽ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ നിങ്ങൾ ചെയ്യുക. ഇനി അതുപോലെ തന്നെ താഴെയായിട്ട് AI സ്റ്റുഡിയോ എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെയും വരുന്നത് ആപ്ലിക്കേഷൻ കാര്യങ്ങളൊക്കെ ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് നിങ്ങളൊന്ന് നോക്കാം. ഇനി അതുപോലെ തന്നെ ഈ ഒരു ആപ്ലിക്കേഷനിൽ മെയിൻ ഏണിങ്സ് വരുന്നത് ഫ്രണ്ട്സിനെ റെഫർ ചെയ്തുകൊണ്ടാണ്. ഒരാളെ റെഫർ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 200 കോയിൻസ് ആണ്. ഓക്കെ, അപ്പോൾ അതിനായിട്ട് നമ്മൾ റെഫർ ചെയ്യുന്ന ഒരു ഫ്രണ്ട് ജസ്റ്റ് ഒന്ന് സൈൻ അപ്പ് ചെയ്താൽ മാത്രം മതി. ആ ഒരു സ്പോട്ടിൽ നമുക്ക് ആ ഒരു കോയിൻസ് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ മാക്സിമം ഫ്രണ്ട്സിനെ റെഫർ ചെയ്തിട്ട് വിഡ്രോ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് വിഡ്രോ ചെയ്യാനായിട്ട് ചെറിയൊരു കോയിൻസ് മാത്രം മതി. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഏറ്റവും മുകളിലായിട്ട് കോയിൻസിൻ്റെ ഐക്കൺ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം റെഡീം എന്ന് പറഞ്ഞിട്ട് കാണാം, അവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇവിടെ നമുക്ക് മിനിമം റെഡീമായിട്ട് വരുന്നത് 5 രൂപയാണ്. സോ 600 കോയിൻസ് റീച്ച് ആയിട്ടുണ്ടെങ്കിൽ 5 രൂപ വിഡ്രോ ചെയ്യാം. അതുപോലെ തന്നെ 1100 കോയിൻസിന് 10 രൂപ, 5000 കോയിൻസ് ഉണ്ടെങ്കിൽ 50 രൂപയും വിഡ്രോ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ വിഡ്രോ ചെയ്തതിനു ശേഷം ഒന്നില്ലെങ്കിൽ 1-2 മണിക്കൂറിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് പേയ്മെന്റ് കിട്ടുന്നതായിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ 24 hours അതിനുള്ളിൽ നിങ്ങൾക്ക് എന്തായാലും പേയ്മെന്റ് കിട്ടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. ഇതാണ് ഈ ഒരു ആപ്ലിക്കേഷന്റെ ലേറ്റസ്റ്റ് പേയ്മെന്റ് പ്രൂഫ്. ആപ്ലിക്കേഷന്റെ പേരും കാര്യങ്ങളൊക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. പേയ്മെന്റ് പക്കയാണ്, പക്ഷേ അധികം നാളൊന്നും ഈ ഒരു ആപ്ലിക്കേഷൻ വർക്ക് ചെയ്യില്ല. കൂടിപ്പോയ 1 മാസം. അപ്പോൾ അതിനുള്ളിൽ തന്നെ നിങ്ങൾ മാക്സിമം എമൗണ്ട് ചെയ്ത് വിഡ്രോ ചെയ്യുക. ഇനി നമുക്ക് രണ്ടാമത്തെ ആപ്ലിക്കേഷൻ നോക്കാം. ആ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ആപ്ലിക്കേഷൻ്റെ പേര് വരുന്നത് പോക്കറ്റ് പേ എന്നാണ്. അപ്പോൾ ഇതും പുതിയതായിട്ട് ലോഞ്ച് ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ്. ഏകദേശം 4.5 സ്റ്റാർ റേറ്റിംഗ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യേണ്ട ഒരു ആപ്ലിക്കേഷനാണ്. ഇൻസ്റ്റൻറ്റ് പേയ്മെൻ്റ് ആണ്. ചെറിയൊരു എമൗണ്ട് ആയാൽ തന്നെ നമുക്ക് വിഡ്രോ ചെയ്യാനായിട്ട് പറ്റുന്നതായിരിക്കും. സോ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാതിനു ശേഷം ഓപ്പൺ ചെയ്യുക. ഏറ്റവും മുകളിലായിട്ട് സ്കിപ്പ് എന്ന ഒരു ബട്ടൺ കൊടുത്തിട്ടുണ്ട്, അവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം റെഫർ കോഡ് ചോദിക്കുന്നുണ്ട്. റെഫർ കോഡ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, അവിടെ നോക്കി റെഫർ കോഡ് എൻ്റർ ചെയ്യുക. അതിനുശേഷം ചെറിയൊരു ബോക്സ് കാണാൻ പറ്റുന്നതായിരിക്കും, അവിടെ ക്ലിക്ക് ചെയ്തിട്ട് കണ്ടിന്യൂ വിത്ത് ഗൂഗിൾ എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ മെയിൽ ഐ ഡി വെച്ചൊന്ന് സൈൻ അപ്പ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇത്രയും ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് സൈൻ അപ്പ് ബോണസിൻ്റെ ഭാഗമായിട്ട് 150 കോയിൻസ് ഫ്രീ ആയി തന്നെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷനിൽ ഞാൻ കുറച്ച് കോയിൻസ് ചേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഞാൻ റെക്കോർഡ് ചെയ്തിരുന്നു, ആ ഒരു വീഡിയോ നമുക്ക് മിസ്സായി പോയി. അപ്പോൾ സിമ്പിളാണ്. ഇതുപോലത്തെ ഒരുപാട് ആപ്ലിക്കേഷൻ നമ്മളെ ചാനൽ റിവ്യൂ ചെയ്തതാണ്. അപ്പോൾ എല്ലാവർക്കും അറിയായിരിക്കും, ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകുന്നേന്നുള്ളൂ. അതുപോലെ തന്നെ ലൈവായിട്ട് വിഡ്രോ ചെയ്തും കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് സിമ്പിളായിട്ട് കോയിൻസ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലേ ടൈമിൻ്റെ സെക്ഷൻ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം അക്സെപ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് പെർമിഷനും കാര്യങ്ങളൊക്കെ അലോ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇവിടെ നമുക്ക് ആപ്ലിക്കേഷനും കാര്യങ്ങളൊക്കെ ഓപ്പൺ ചെയ്ത് വെച്ചുകൊണ്ട് കോയിൻസ് ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റുന്നതായിരിക്കും. അപ്പോൾ ഞാനിവിടെ ടാസ്ക് കംപ്ലീറ്റ് ചെയ്ത് കാണിക്കുന്നുണ്ട്. സോ ആദ്യത്തെ ടാസ്കിൽ നമുക്ക് ടോട്ടൽ കിട്ടുന്നത് 169 കോയിൻസ് ആണ്. 1 മിനിറ്റ് നേരം ഓപ്പൺ ചെയ്ത് വയ്ക്കുമ്പോൾ കിട്ടുന്നത് 2 കോയിൻസ് ആണ് കേട്ടോ. അപ്പോൾ ഇതിലും കൂടുതൽ കോയിൻസ് കിട്ടുന്ന ടാസ്ക് ഓഫേഴ്സ് ഉണ്ട്, നിങ്ങൾ നോക്കിയിട്ട് കംപ്ലീറ്റ് ചെയ്യുക. അപ്പോൾ ഞാനിവിടെ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പോകുന്നത് ആദ്യത്തെ ആ ഒരു ടാസ്ക് ആണ്. അപ്പോൾ അതിനായിട്ട് പ്ലേ നൗ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യാൻ നേരം റീഡയറക്റ്റ് ആയിട്ട് പ്ലേ സ്റ്റോറിലേക്ക് വരുന്നതായിരിക്കും. അപ്പോൾ ഇവിടെ നിന്ന് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക കേട്ടോ. എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് തിരിച്ച് നമ്മളെ മെയിൻ ആപ്ലിക്കേഷനിലോട്ട് വരാം. എന്നിട്ട് ഇവിടെ സൈഡിലായിട്ട്, അതായത് റൈറ്റ് സൈഡിൽ മൈ ഗെയിംസ് എന്ന ഒരു സെക്ഷൻ കാണാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത ആപ്ലിക്കേഷൻ കാര്യങ്ങളൊക്കെ ഇവിടെ വരുന്നതായിരിക്കും. ഇവിടെ നിന്ന് പ്ലേ നൗ ക്ലിക്ക് ചെയ്തിട്ട് വേണം നമ്മൾ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ ആപ്ലിക്കേഷൻ ഓപ്പൺ ആയിട്ടുണ്ട്. നിങ്ങളിവിടെ ഒന്നും ചെയ്യേണ്ട, ജസ്റ്റ് ഓപ്പൺ ചെയ്ത് വെച്ചാൽ മാത്രം മതി. അപ്പോൾ നിങ്ങൾ ഇത്ര നേരം ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുന്നു അതിനനുസരിച്ച് കോയിൻസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എന്തായാലും മസ്റ്റായിട്ട് 1 മിനിറ്റ് നേരം നിങ്ങൾ ഓപ്പൺ ചെയ്യണം. അതിൽ കൂടുതൽ നിങ്ങൾ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് കോയിൻസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഞാനിവിടെ ആയിട്ട് കുറച്ച് നേരം ഓപ്പൺ ചെയ്ത് വെച്ചപ്പോൾ 3 കോയിൻസ് വെച്ചിട്ട് 2 പ്രാവശ്യമായിട്ട് ആഡ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നിങ്ങൾ എത്ര ടൈം ഓപ്പൺ ചെയ്യുന്നു അതിനനുസരിച്ചുള്ള കോയിൻസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ 1 മിനിറ്റ് ഓപ്പൺ ചെയ്താൽ തന്നെ ഇതിലും കൂടുതൽ കോയിൻസ് കിട്ടുന്ന ടാസ്കുകൾ ഉണ്ട്. അപ്പോൾ അതെല്ലാം നോക്കിയിട്ട് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക. ഇനി അതുപോലെ തന്നെ ഫസ്റ്റ് ആപ്ലിക്കേഷനിൽ പറഞ്ഞ പോലെ പബ് സ്കെയിലിൽ ഒരു സെക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നേരത്തെ കാണിച്ചു തന്ന പോലെ തന്നെ ഒരുപാട് ടാസ്ക് ഓഫേഴ്സ് അവൈലബിൾ ആണ്. അപ്പോൾ ടാസ്ക് കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ കോയിൻസും കാര്യങ്ങളൊക്കെ ഏൺ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ മസ്റ്റായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഓരോ ടാസ്കിൻ്റെയും സ്റ്റെപ്സ് കറക്റ്റായിട്ട് തന്നെ ഫോളോ ചെയ്യുക, എങ്കിലേ നമുക്ക് കോയിൻസ് കിട്ടുള്ളൂ. ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ. ഇനി അതുപോലെ തന്നെ ആപ്ലിക്കേഷൻ്റെ താഴെ മൂന്നാമതായിട്ട് ഓഫേഴ്സ് എന്നൊരു സെക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇവിടെയും ഇഷ്ടംപോലെ ടാസ്കും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. പിന്നെ ഇവിടെ നിങ്ങൾക്ക് ചാറ്റ് വിത്ത് AI എന്നൊരു ടാസ്ക് കാണാൻ പറ്റുന്നതായിരിക്കും. മിക്ക വീഡിയോയിലും ഞാൻ കംപ്ലീറ്റ് ചെയ്ത് കാണിച്ചെന്ന ഒരു ടാസ്ക് ആണ്. അപ്പോൾ അത് നിങ്ങൾ ട്രൈ ചെയ്യുക. ജസ്റ്റ് വെബ്സൈറ്റിൽ ഒന്ന് രജിസ്റ്റർ ചെയ്താൽ മതി. അപ്പോൾ 300 കോയിൻസ് നമുക്ക് കിട്ടുന്നതായിരിക്കും. സിമ്പിളാണ്. ഇനി ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ അറിയാത്തവരുണ്ടെങ്കിൽ നമ്മളെ കഴിഞ്ഞ വീഡിയോ ഒന്ന് വാച്ച് ചെയ്താൽ മതി കേട്ടോ. അതിൻ്റെ അകത്ത് ഈ ഒരു ടാസ്ക് എങ്ങനെയാണ് കംപ്ലീറ്റ് ചെയ്യേണ്ടതെന്ന് ക്ലിയർ ആയി തന്നെ പറയുന്നുണ്ട്. ഇനി അടുത്തൊരു ഓപ്ഷൻ വരുന്നത് ഡെയിലി ലോഗിൻ്റെ ഭാഗമായിട്ട് കുറച്ച് കോയിൻസ് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആദ്യത്തെ ദിവസം നമുക്ക് കിട്ടുന്നത് 5 കോയിൻസ് ആണ്. പിന്നെ രണ്ടാമത്തെ ദിവസം 10 കോയിൻസ്. അങ്ങനെ 15ാമത്തെ ദിവസം ആകുമ്പോൾ 100 കോയിൻസ് വരെ നമുക്ക് ക്ലെയിം ചെയ്തെടുക്കാനായിട്ട് പറ്റുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് പറഞ്ഞു പോകുന്നേന്നുള്ളൂ. ഒരുപാട് വീഡിയോസ് നമ്മൾ ചെയ്തതാണ് സെയിം കമ്പനിയുടെ ആപ്ലിക്കേഷൻ്റെ, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തൊരു ഏണിങ്സ് വരുന്നതാണ് ഫ്രണ്ട്സിനെ റെഫർ ചെയ്യാന്നുള്ളത്. ഒരാളെ റെഫർ ചെയ്യുന്നതിന് നമുക്ക് കിട്ടുന്നത് 100 കോയിൻസ് ആണ്. അപ്പോൾ നമ്മൾ ആരെയാണോ റെഫർ ചെയ്യുന്നത് അവർ ജസ്റ്റ് ഒന്ന് സൈൻ അപ്പ് ചെയ്താൽ മതി. ആ ഒരു സ്പോട്ടിൽ നമുക്ക് 100 കോയിൻസ് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇനി വിഡ്രോ ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ QR കോഡ് സ്കാൻ ചെയ്തുകൊണ്ട് വിഡ്രോ ചെയ്യാം. അതായത് ഗൂഗിൾ പേൻ്റെയോ അല്ലെങ്കിൽ ഫോൺ പേൻ്റെയോ QR കോഡ് സ്കാൻ ചെയ്തിട്ട് ഡയറക്റ്റ് വിഡ്രോ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അതല്ലെങ്കിൽ UPI എൻ്റർ ചെയ്തുകൊണ്ടും വിഡ്രോ
വിഡ്രോ ചെയ്യാം. അപ്പോൾ അതിനായിട്ട് ഏറ്റവും മുകളിൽ കോയിൻസിൻ്റെ ഐക്കൺ കൊടുത്തിട്ടുണ്ട്, അവിടെ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് വിഡ്രോ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇനി ഏറ്റവും മുകളിലായിട്ട് UPIൻ്റെ ഐക്കൺ കാണാൻ പറ്റുന്നതായിരിക്കും, അവിടെ ക്ലിക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷനിലും മിനിമം റെഡീമായിട്ട് വരുന്നത് 5 രൂപ തന്നെയാണ്. 600 കോയിൻസ് റീച്ച് ആകുമ്പോൾ 5 രൂപ വിഡ്രോ ചെയ്യാം. അപ്പോൾ ഇവിടെ കുറച്ച് കോയിൻസ് കൂടുതലാണ് വരുന്നത്, നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റുന്നുണ്ടോ. 10 രൂപ വിഡ്രോ ചെയ്യാൻ വേണ്ടത് 1350 കോയിൻസ് ആണ്. അതുപോലെ തന്നെ 20 രൂപ വിഡ്രോ ചെയ്യാൻ വേണ്ടത് 2250 കോയിൻസ് ആണ്. ബാക്കി ഓപ്ഷൻസ്, അതായത് 100 രൂപയിലും 50 രൂപയിലും വിഡ്രോ ചെയ്യാൻ വേണ്ട കോയിൻസ് നോർമലി മറ്റ് അപ്ലിക്കേഷൻസ് പോലെ തന്നെയാണ്. 5000 കോയിൻസ് ഉണ്ടെങ്കിൽ 50 രൂപ വിഡ്രോ ചെയ്യാം. അതേപോലെ തന്നെ 10000 കോയിൻസിന് 100 അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഞാനിവിടെ വിഡ്രോ ചെയ്യാൻ പോകുന്നത് 5 രൂപയാണ്. അപ്പോൾ ഞാൻ എൻ്റെ ഗൂഗിൾ പേൻ്റെ UPI എൻ്റർ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം റെഡീം എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുവാണ്. നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ പേയ്മെൻറ്റ് റിസീവ് ആയിട്ടുണ്ട്. ഇവിടെ അവർ പറയുന്നത് എമൗണ്ട് ക്രെഡിറ്റ് ആവാനായിട്ട് 5 അല്ലെങ്കിൽ 10 മിനിറ്റ് എടുക്കുന്നതാണ്. ബട്ട് നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ പേയ്മെൻറ്റ് കിട്ടിയിട്ടുണ്ട്. പ്രൂഫ് ഞാൻ സ്ക്രീനിൻ്റെ സൈഡിൽ കൊടുക്കാം. അപ്പോൾ നിങ്ങൾ എത്ര എമൗണ്ട് വിഡ്രോ ചെയ്താലും ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ പേയ്മെൻറ്റ് കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്യുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി ഇനിയും കാണാം.